നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം 2026 ബഡ്ജറ്റിലെ ഭരണപരിഷ്കാര നടപടികൾ എന്നതാണ്. ഞാൻ എസ് കാച്ചപ്പള്ളി. 2026 UDF സർക്കാരിൻ്റെ ബഡ്ജറ്റ് കൂട്ടിച്ചേർക്കൽ നടന്നത് 2026 ജൂൺ 19 ജൂൺ 19 നമ്മുടെ സംസ്ഥാനം വായനാ ദിനമായി ആചരിക്കുന്നു. വായന അറിയാത്തവർ ധാരാളം നമ്മുടെ വിവിധ ഭരണമേഖലയിൽ ഉണ്ടെങ്കിലും നമ്മുടെ നിയമസഭയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. LDF സർക്കാർ തങ്ങളുടെ കാലാവധി അവസാനിക്കാറായപ്പോൾ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിലെ ധാർമ്മിക തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സമൂഹം തന്നെയാണ്. 2026 UDF സർക്കാർ ബഡ്ജറ്റിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന പ്രഖ്യാപനവും ഉണ്ട് എന്നതാണ് പ്രത്യേകത. എല്ലാ തൊഴിൽ മേഖലയിലും എന്ന പോലെ കാലോചിതമായ പരിഷ്കാരങ്ങൾ സെക്രട്ടേറിയറ്റിലും നടപ്പിലാക്കേണ്ടതുണ്ട് എന്നതിൽ നമുക്ക് സംശയമില്ല. ഈ 21ാം നൂറ്റാണ്ടിൽ കമ്പ്യൂട്ടർ പോയിട്ട് പഞ്ചിങ് നടപ്പിലാക്കാൻ പോലും സമ്മതിക്കാൻ വൈമനസ്യം കാണിക്കുന്ന യൂണിയനുകൾ ഉള്ള നമ്മുടെ സംസ്ഥാനത്ത് എന്ത് നടപടികൾ സ്വീകരിച്ചാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ മികച്ച സെക്രട്ടേറിയറ്റ് ആക്കാൻ സാധിക്കുക എന്നത് ചോദ്യമായി അവശേഷിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ പ്രകടനം വിലയിരുത്തുന്നതിനും അവരുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നതാണ് ഭരണ പരിഷ്കാര നടപടികളുടെ ഭാഗമായുള്ള മറ്റൊരു പ്രഖ്യാപനം. ജാതി തിരിച്ചുള്ള നിയമനങ്ങളെ തുടർന്നുള്ള പ്രമോഷനുകളും നടമാടുന്ന നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ പ്രകടനം വിലയിരുത്തുന്നതിനും അവരുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുക എന്നതും മറ്റൊരു ചോദ്യചിഹ്നമാണ്. ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുന്നതടക്കമുള്ള ഭരണ പരിഷ്കാര നടപടികൾ കൈക്കൊള്ളും എന്നതാണ് ഭരണ പരിഷ്കാരങ്ങളിലുള്ള പ്രഖ്യാപനങ്ങളിലെ മറ്റൊന്ന്. ഒരു പുസ്തകം ഒരു ജീവനക്കാരൻ പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അനുമതിക്കായി 6 ഡസനിലധികം ഉദ്യോഗസ്ഥർ ഫയൽ കാണണമെന്നിരിക്കെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ 6 ഡസനിലധികം ഉദ്യോഗസ്ഥർ ഫയൽ കാണണമെന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പേനയും മഷിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത നാളുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലെ നിലവിലെ അവസ്ഥ. ഫയലുകളുടെ വേഗത്തിലുള്ള നീക്കത്തിന് ഉദ്യോഗസ്ഥരുടെ തട്ടുകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ കുറയ്ക്കുക എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും 15ാം നൂറ്റാണ്ടിൽ ചിന്തിക്കുന്ന ജാതിക്കൂട്ടം ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർ സമ്മതിക്കുമെന്നും തോന്നുന്നില്ല. ഇപ്പോഴും പ്രാകൃത ചിന്താഗതി പുലർത്തുന്ന രാഷ്ട്രീയക്കാരായി 35ഓളം പേർ നമ്മുടെ നിയമസഭാചികരായി നിയമസഭയിലുണ്ട് എന്നത് അപ്പോഴും നമുക്ക് മറക്കാവുന്നതല്ല. അവരുടെ നേതൃത്വത്തിൽ നിയമസഭയും സെക്രട്ടേറിയറ്റും തല്ലിപ്പൊളിക്കാതെ UDF സർക്കാരിന് 2026 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ഒരു മഹാഭാഗ്യമായി കാണേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുകയാണ്. നന്ദി.